എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി ഓയിൽ കറക്റ്റ് അല്ലാന്ന്? എങ്ങനെയാണെന്നല്ലേ, ഭയങ്കര ഹെവി ആയിട്ടും അതുപോലെ ഭയങ്കര ഓയിലി ആയിട്ടും അതുപോലെ ഡ്രൈ ആക്കുന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിനെ, അതുപോലെ ഇച്ചി ആക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയ ബോഡി ഓയിൽ അല്ല. അതെങ്ങനെയാണ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 3 ബോഡി ടൈപ്പാണ് വരുന്നത്: വാത, പിത്ത, അതുപോലെ കഫ. ഈ 3 ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബോഡി ഓയിൽസ് ആണെങ്കിലും ഫേഷ്യൽ ഓയിൽസ് ആണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ചിലർക്ക് ഇപ്പം നാൽപ്പാമരാതി ഓയിൽ യൂസ് ചെയ്തിട്ട് അവർക്ക് വർക്കായി, നമുക്ക് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഓയിലാണ് അവർ യൂസ് ചെയ്യുന്നത്. അവർക്ക് ആ പിമ്പിൾസിൻ്റെ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്കിന്നിന് സൺ ടാൻ എന്തെങ്കിലും വന്നിട്ടുണ്ട്, ആ ടാനിങ്ങും പോകുന്നുണ്ട്. പക്ഷെ നോർമലി ഉള്ള പീപ്പിൾസിന് ചില ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വേഴ്സ് ആവാറാണ്. തിങ്സ് എങ്ങനെയാണ് മറ്റവർക്ക് നല്ല രീതിയിലായിട്ടുള്ള കാര്യം ഇവർക്ക് നേരെ വേഴ്സ് ആവും. അപ്പോൾ അവർ വീണ്ടും സ്കിൻ ഡോക്ടറിനെ കാണുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏതാണ് നമ്മുടെ ബോഡി ടൈപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. വാത ടൈപ്പ് ബോഡി ടൈപ്പ് ആണെന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ കൈയുടെ വെള്ളയും അതുപോലെ കാലിൻ്റെ വെള്ളയും ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും തണുത്തിട്ടായിരിക്കും ഈ കൈയും കാലും ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ലോ എനർജിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ടയർഡ്നെസ് ഉണ്ടാവും ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോഡി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ടൈപ്പ് വന്നിട്ട് വാത ടൈപ്പ് ആയിരിക്കും. അടുത്ത ബോഡി ടൈപ്പ് വരുന്നത് പിത്ത ടൈപ്പാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ചൂടുള്ള ശരീരപ്രകൃതമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ടാനിങ്ങും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളും ആയിരിക്കും. ബോഡി ഹീറ്റ് ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ കൂളിംഗ് എഫക്റ്റിലുള്ള ഓയിൽസ് ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അടുത്ത ബോഡി ടൈപ്പ് വന്നിട്ട് കബ ടൈപ്പാണ്. ഇവർക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അവർക്ക് ഭയങ്കര ടയർഡ്നെസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു എന്താ പറയുക, നറിഷ്മെൻറ്റോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. അടുത്തത് നമുക്ക് ഏതൊക്കെ ബോഡി ടൈപ്പിന് ഏതൊക്കെ ബോഡി ഓയിൽസ് ആണ് ബെറ്റർ എന്ന് നോക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വാത ടൈപ്പ് ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് സെസ്മി ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് എള്ളെണ്ണ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ധന്വന്തരം തൈലം അല്ലെങ്കിൽ ധന്വന്തരം കുഴമ്പ് ഇവർക്ക് ബെറ്റർ ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടി ജോയിൻറ്റ് പെയിൻസ് അതുപോലെ തന്നെ നല്ല സ്ലീപ്പ് ക്വാളിറ്റി ഒക്കെ ഇൻക്രീസ് ആവാനായിട്ട് ഈ ഒരു ഓയിൽ ബെറ്റർ ആക്കുന്നത്. പിത്ത ടൈപ്പ് ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൂളിംഗ് എഫക്റ്റ് ഉള്ള ഓയിൽസ് ആണ്. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഭയങ്കര ബെസ്റ്റാണ് ഈ ഒരു സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക്. എൻ്റെ ബോഡി ടൈപ്പ് വന്നിട്ട് പിത്ത ടൈപ്പാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ഓയിൽ നാൽപ്പാമരാതി ഓയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സം ടൈംസ് ഏലാതി ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആവാനും അതുപോലെ ടാനിങ് നല്ല രീതിയിൽ റിമൂവ് ആക്കാനും ഈ ഒരു നാൽപ്പാമരാതി കേര തൈലം എന്നെ ഹെൽപ്പ് ചെയ്തു. അടുത്ത ബോഡി ടൈപ്പ് കബ ആണ്. കബ ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാതി തൈലമാണ്. അത് കുറച്ചുകൂടി അവരെ ആ ഒരു ഹെവിനെസ് ഫീലും അതുപോലെ തന്നെ അവരുടെ ബോഡി നല്ല രീതിയിൽ നറിഷ്ഡ് ആക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ബോഡി ഓയിൽസ് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് 20 മിനിറ്റ് 30 മിനിറ്റ് മുമ്പായിട്ട് നമ്മളുടെ ബോഡിയിൽ ഈ ഓയിൽസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഓയിൽസ് വേണം യൂസ് ചെയ്യാനായിട്ട്. യൂസ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്ക് അത് അങ്ങനെ വിടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ് 30 മിനിറ്റോളം നമ്മുടെ ദേഹത്ത് പിടിക്കാനായിട്ട് വെക്കുക. നമ്മൾ എന്തിനാണോ ഈ ഓയിൽസ് യൂസ് ചെയ്യുന്നത് അതിനുള്ള ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ കടലമാവോ അല്ലെന്നുണ്ടെങ്കിൽ പയർ പൊടിയോ യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ഓഫ് ചെയ്യുക. സോപ്പ് യൂസ് ചെയ്യരുത് ഓയിൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബോഡി ഓയിൽസ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എക്സസൈസ് ചെയ്യുന്നത്. എൻ്റെ ബോഡിക്ക് അത് ഓക്കെയാണ്. ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോഡി ആയതുകൊണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എപ്പോഴും ബോഡി ഓയിൽസ് ആണെങ്കിലും ഹെയർ ഓയിൽസ് ആണെങ്കിലും സ്കിൻ പ്രോഡക്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാവുള്ളൂ. ഞാനൊരു ഡോക്ടറല്ല, അതുപോലെ തന്നെ സ്കിൻ എക്സ്പേർട്ടും അല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബോഡി ആണ് വരുന്നത്, അതായത് ഏത് ദോശ ടൈപ്പ് ബോഡിയാണ് നിങ്ങളുടേതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കണ്ടന്റ് ഇതേപോലെ ആയുർവേദിക് റിലേറ്റഡ് ആയിരിക്കും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ അതുപോലെ തന്നെ വ്ളോഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എൻ്റെ ചാനലിൽ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അത് ആവശ്യമുള്ള അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിനകത്ത് ഓൾ കൊടുത്താൽ മാത്രമാണ് നമ്മൾ എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ, സീ യു.